നമസ്കാരം. നമ്മുടെ ആക്രി നിരീക്ഷകനുണ്ടല്ലോ എന്ന് ഞാൻ വിളിച്ചതല്ല, ഒരു വ്യക്തിയെ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള വ്യക്തി വിളിച്ച പേരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വിളിക്കാൻ റൈറ്റ് ഉണ്ട്. കാര്യം BJP എന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. എന്തെന്ന് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല ചില ആക്രി ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയാണ്, സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ, തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ BJPയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു. വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ, കള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാർ അവർ വന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്, സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു. കേട്ടില്ലേ? അപ്പോൾ ആക്രി നിരീക്ഷകന് കേരളത്തിൽ വലിയ ശക്തമായ മഴ ഉണ്ടായ സമയത്ത് ഏതൊക്കെയോ AC മുറിയിൽ ഇരുന്നു കൊണ്ട് വലിയ ട്രോളലായിരുന്നു. എറണാകുളത്ത് മഴ പൊങ്ങി ഒരു ആശുപത്രിയിൽ വെള്ളം കയറിയ സന്ദർഭത്തിലൊക്കെ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളുടെ ഒരു പ്രളയം തന്നെ അതിനൊപ്പം പുറത്തു വന്നു. കാര്യം പരിഹസിക്കുക, ഒപ്പം ഈ നാടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കേരളമല്ല, കേരളം, പിന്നെ ക്യൂബളം, ഇതൊക്കെയാണ് ഈ നാടിനെ പരിഹസിക്കാൻ വേണ്ടി പൊതുവെ ഈ ആക്രി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദപ്രയോഗങ്ങൾ. അദ്ദേഹത്തിന് ഈ ദൃശ്യം പുറത്തു വന്നതിന് ശേഷം ഒരനക്കോ ഇല്ല, ആവിയില്ല, അതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല. ഏതാണ്? ഡൽഹിയിൽ വെള്ളം പൊങ്ങി, മെട്രോ, ആശുപത്രി, എല്ലാ സിസ്റ്റവും പാളി. ഒപ്പം ദിവസങ്ങൾ എടുത്തു അവിടുത്തെ ട്രാൻസ്പോർട്ട് ഗതാഗതം പോലും നന്നാക്കാൻ. ഇവിടെ അത്രയും ദുരിതാവസ്ഥ ഉണ്ടായില്ല. പക്ഷെ അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരക്ഷരം മിണ്ടൂല. കാര്യം അദ്ദേഹത്തിന്റെ വായിക്കാത്തൊരു ഇലക്ട്രൽ ബോണ്ട് എങ്ങനെ ഇരിക്കുകയാണ്, തൊണ്ടയിൽ തടഞ്ഞിരിക്കുകയാണ്. അവരുമായി ബന്ധപ്പെട്ടത് BJPയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം വന്നാൽ ഈ ഇലക്ട്രിക് ബോണ്ട് തൊണ്ടയെ കുടുങ്ങി കണ്ണെല്ലാം വെളിയിൽ തള്ളി, പച്ചക്കുതിര എന്ന സിനിമയിലെ ദിലീപിന്റെ കഥാപാത്രം പോലെ ഈ ഷോക്ക് അടിച്ച് ഇങ്ങനെ മുടിയെല്ലാം പൊങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഈ ആക്രി നിരീക്ഷകൻ അങ്ങ് ഇരിക്കും. അദ്ദേഹത്തിന് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ മാത്രമേ ഈ തൊള്ളയിൽ നിന്നുള്ള ശബ്ദം ഇങ്ങ് പുറത്തേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ പരിഹാസങ്ങൾ വന്നിറങ്ങത്തുള്ളൂ. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അന്നത്തെ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഏതാനും ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് ഇപ്പോ അദ്ദേഹത്തിന് ഇത് പരിഹസിക്കാം, ICUലൊക്കെ ആയ കാര്യത്തെക്കുറിച്ച് ഇവിടെ കപ്പലാടി ഉലയുകയാണെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിമർശനമായിരുന്നു. ഓക്കെ, നമ്മൾ അതൊക്കെ സമ്മതിക്കുന്നുണ്ട്, ഇവിടെ ഒരു മഴയത്ത് ഇതൊക്കെ സംഭവിച്ചു പോയി, അതൊക്കെ ശരിയാണെന്ന് വെച്ചാലല്ല. പക്ഷേ പടപടപടപടാ പാലം പൊട്ടി വീഴുന്നുണ്ട്. അദ്ദേഹം കാണുന്നുണ്ടോ? അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹത്തിന് റിയാസിന്റെ പാലമാണെങ്കിൽ അദ്ദേഹത്തിന് വല്ലാത്ത ചൊറിച്ചിലുണ്ടാകത്തുള്ളൂ. നമ്മുടെ വിശ്വ തള്ളലിൻ്റെതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബാക്കിൽ ആരെ കുരുവിനെ ഇങ്ങനെ തള്ളിപ്പിടിച്ചോണ്ട് നിൽക്കുന്ന ആരൊക്കെയാണ്? ഇതുപോലുള്ള മുതലുകളാണ്. ഇതുപോലുള്ള മുതലുകളുടെ വാഴ്ത്തുപാട്ടിൽ, കാര്യം ഇവിടത്തെ സമ്പന്നരായിട്ടുള്ള സവർണരുടെ ഈ പാദസേവകരായിട്ട് നടന്ന് അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഭേഷ ഈ ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ മുതൽ. അപ്പോൾ ഈ മുതൽ ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ അയോധ്യ ഇദ്ദേഹത്തിനെയും കൂടെ വിളിച്ചതാണ്. അന്നേ എരണക്കേട് അറിയായിരുന്നു, ഈ ആക്രിയൊക്കെ വിളിച്ച് അവിടെ കയറ്റിക്കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറവും ചോരും എന്നുള്ളത്. അവിടെ പോയി നിന്ന് ഇതിന് വല്ലാത്ത പ്രചാരം കൊടുക്കുന്നുണ്ട്, എനിക്ക് ക്ഷണം കിട്ടിയതൊക്കെ പറഞ്ഞു. ഇപ്പോ അവിടെ തന്നെ ചോർന്നൊലിക്കുന്നു. കാര്യം എരണക്കേടിനെ വിളിച്ച് കയറ്റിയപ്പോഴേ വിശ്വ തള്ളൽ അറിഞ്ഞില്ല. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ ശനി ദശയായിട്ട് മാറാൻ പോകുന്നത്. ഇപ്പോ ശനി ദശ വന്നപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയണ്ട. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മിച്ച 240 കോടി രൂപയുടെ മതിലിടിഞ്ഞു വീണു. ഒപ്പം റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ഈ അയോധ്യയിലേക്കുള്ള റോഡ് തകർന്ന് തരിപ്പണമായി. പച്ച നാവ് എടുത്തിട്ടില്ല, അതുവഴി സഞ്ചരിച്ചതാണ്. അന്ന് അതിന്റെ ചാക്കാല തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോ ഇതൊക്കെയാണ് ഈ നാട്ടിലെ സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞ ആക്രി നിരീക്ഷകർ എന്ന് പറഞ്ഞാൽ സ്വന്തമായി താമസിക്കുന്ന, അദ്ദേഹത്തെ ജീവിപ്പിക്കുന്ന, അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഈ ആക്രി തന്നെ എല്ലാ സൗകര്യങ്ങളും പിൻപറ്റി ജീവിച്ചുകൊണ്ട് ആ നാടിനെ അപമാനിക്കുന്ന ഒറ്റുകാരനായിട്ടുള്ള, കുലംകുത്തിയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ നാടിനെ കേരളം അല്ലെങ്കിൽ ഇവിടെ രാജ്യഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള ചില ഇരണക്കേടുകളാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയുകയാണ്. ഇതുപോലുള്ള ആക്രികളെ ഇവിടെ നിന്ന് ഏതെങ്കിലും സ്ക്രാപ്പ് വണ്ടിയിൽ കയറ്റി അങ്ങ് UPയിലേക്ക് അയച്ചാൽ ഈ നാട്ടിൽ കുറച്ചുകൂടി ശാന്തിയും സമാധാനവും ഒപ്പം നല്ല ശുദ്ധവായു കൂടി ഉണ്ടാകും. കാര്യം ഈ റൂമിനകത്ത് ഇരുന്നു കൊണ്ട് വിഷം പുറത്തേക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ വിദഗ്ധനാണ് പല കാര്യങ്ങളിലും. ആര് പറയുന്നു? നമ്മുടെ ഏഷ്യാനെറ്റ് വനാന്തരങ്ങളിൽ മാത്രം കാണുന്ന നമ്മുടെ സംഘപരിവാറിന്റെ മുൻ മന്ത്രിയായിട്ടുള്ള 2 പാദസേവകർ പരസ്പരം, അതായത് നമ്മുടെ ആക്രി അദ്ദേഹത്തിന്റെ വലതുകാലും, ഒപ്പം മറ്റത് മാസാമാസ യജമാനം കൊടുക്കുന്ന ബിസ്ക്കറ്റ് കഷ്ണം പോലെ അല്ലെങ്കിൽ കോഴിക്കാലും കഴിച്ചുകൊണ്ട് വിനു വി ജോൺ എന്ന് പറയുന്ന കക്ഷി ഇടതുകാലിലും തിരുമി ഇരുന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്ന പോലെ കുറെ പേരെ വാഴ്ത്തുപാട്ട് പാടി അവരൊക്കെ മഹാന്മാരായിട്ട് ചാപ്പകുത്തി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടിരിക്കുന്നു. അതിലൂടെ പുറത്തു വന്നിട്ട് മഹാനായി മാറിയതാണ്. അതിനപ്പുറത്തേക്ക് എന്താണ് ഇദ്ദേഹം എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അറിവിനെ
ആക്ഷേപിക്കുന്നതിന് അറിവൊക്കെ അത്യാവശ്യം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ അറിവ് എങ്ങനെയാണ് ഈ നാടിനെ അപമാനിക്കാനും ഈ നാടിനെ കുറിച്ച് കുറ്റം പറയാനും മാത്രം നാവ് ഉയർത്തുന്ന, ഈ നാടിന്റെ ശാപമായി മാറിയിരിക്കുന്ന ഈ വ്യക്തിയുടെയൊക്കെ യഥാർത്ഥ മുഖം ഇതാണ്. എന്നിട്ട് സ്വന്തമായിട്ട് സ്വന്തം രാഷ്ട്രീയമെങ്കിലും അദ്ദേഹം തുറന്നു പറയാറുണ്ടോ? ഒരിക്കലും ഞാൻ BJP അല്ല, സംഘപരിവാറുകാരനല്ല. എന്നിട്ട് BJPക്കാരുടെ ഉപ്പും ചോറും തിന്നുകൊണ്ട് അവരെ തന്നെ ആക്ഷേപിക്കുന്ന ആളായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിഷ്പക്ഷനെന്നും ഞാനാണ് ഈ നാട് കണ്ട ഏറ്റവും വലിയ മാന്യം ചമയുന്ന അദ്ദേഹം ആ സ്ക്രാപ്പിനെ ഈ നാട്ടിൽ നിന്ന് മാറ്റാൻ BJPക്കാർ കൂടി ഒന്ന് ശ്രമിച്ചാൽ, അവരുടെ ദേശീയ തലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ഈ സ്ക്രാപ്പിനെ അങ്ങ് UP-യിലോട്ട് കയറ്റി അയക്കാൻ സുരേന്ദ്രനൊക്കെ കൂടി ഒന്ന് ശ്രമിച്ചാൽ ഈ നാടിന് നിങ്ങൾക്കും കുറച്ചുകൂടി ഗുണമുണ്ടാകുമെന്ന് പറയുകയാണ്. ഈ നാടിനെ ആക്ഷേപിച്ച അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു കുഴപ്പങ്ങളും കാണാൻ പറ്റില്ല, കണ്ണി കുരുവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ളവരെ വിമർശിക്കേണ്ടതുണ്ട്, സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ടതുണ്ട്. ഈ വിമർശനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന, അതായത് വിദഗ്ധനായിട്ട് കാണുന്നവർ, അദ്ദേഹം പറയുന്നതെല്ലാം ആപ്തവാക്യമായി കാണുന്നവർ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. അതായത് ആ സമയത്തല്ല ഇലക്ട്രൽ ബോണ്ട് തൊണ്ടയിൽ ഇരിക്കുന്നതുകൊണ്ട് ശബ്ദം വെളി വരാതെ ശ്വാസം മുട്ടി പിടയുന്ന ഒരു ആക്രിയയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്.